നമസ്കാരം. ഞാൻ അമ്മു ഓസിയപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യ ആൻഡ് ആര്യയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. നാളെ ഒക്ടോബർ 2-ാം തീയതി വിദ്യാരംഭം. വിജയദശമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഒരു നൃത്ത അധ്യാപിക എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം: എന്തിനാണ് നമ്മൾ നമ്മളുടെ കുട്ടികളെ ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കുന്നത്? ആ ഉത്തരം പലവർക്കും പലതാണ്. പലപ്പോഴായിട്ട് എന്റെ പാരന്റ്സ്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് തന്നെ എന്നോട് പറഞ്ഞൊരു ഉത്തരവുണ്ട്: ടീച്ചറെ, 3.5 വയസ്സുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ 4 വയസ്സുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ, ടിവിയിൽ പാട്ട് കേൾക്കുമ്പോൾ കുട്ടി നന്നായിട്ട് നൃത്തം ചെയ്യുന്നു, അപ്പൊ അവളിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നി, അതുകൊണ്ട് നൃത്തം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നൃത്തം പഠിപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നത് നല്ല ഉത്തരം തന്നെയാ. എന്തുകൊണ്ടാണ് പിന്നീട് ആ നൃത്തം നിങ്ങൾക്ക് ഇത്രയും ആഗ്രഹിച്ച നിങ്ങളുടെ കുട്ടികളെ ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് ചേർത്തതിന് ശേഷം എന്തുകൊണ്ടാണ് പിന്നീട് പല മടി പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിർത്തിക്കളയുന്നത് എന്നുള്ള രണ്ടാമത്തെ ചോദ്യം അവിടെ നിൽക്കുന്നതിന് മുൻപ് ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്: എന്തുകൊണ്ടാണ് നൃത്തം പഠിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പൊ ഈ വരുന്ന തലമുറ അധികവും മൊബൈൽ അഡിക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്ന് ഒരുപക്ഷെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പാരന്റ്സ് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചതാണ് കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ട് കാർട്ടൂൺ വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ജനിക്കുന്ന കുട്ടി ഉടനെ മൊബൈലിന് അഡിക്ഷൻ ആവുകയാണ്. അപ്പൊ ആ ഒരു അഡിക്ഷനും കൊണ്ട് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ പഠന രീതി എന്ന് പറയുന്നത് ചിലവർ സോഫയമേ കിടന്നു പഠിക്കും, ചിലവർ ബെഡുമേ കിടന്നു പഠിക്കും. ഇങ്ങനെ കിടന്നു പഠിച്ചും കുഞ്ഞു പഠിച്ചും എല്ലാവർക്കും തന്നെ കൂനാണ്. ഒട്ടുമിക്ക കുട്ടികൾക്കും അതിപ്പോ നമ്മൾ കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ കുറെ പെർഫോമൻസ് ഇപ്പൊ കുറെ അരങ്ങേറ്റങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ നോക്കിയാൽ കാണാം നർത്തകിമാരെന്ന് അവകാശപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും അരങ്ങേറ്റം നടക്കുന്ന എല്ലാ സ്റ്റേജുകളിലും ഏതാണ്ട് നല്ലൊരു ശതമാനം കുട്ടികൾക്കും കൂനാണ്. കൂനി നിന്ന് ഇങ്ങനെ ഒരു സമം പൊസിഷൻ പോലും നിവർന്ന് നിൽക്കാത്തൊരു അവസ്ഥ വന്ന് കൂനുവാണ്. ഇത് അവരുടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുക, അവരുടെ ബോഡി സ്ട്രക്ചർ ഇങ്ങനെ കൂനിക്കൊണ്ടിരിക്കുക. അപ്പൊ നൃത്തം പഠിപ്പിക്കുന്ന ആദ്യത്തെ കാരണം ഇനിയുള്ള തലമുറയ്ക്ക് എന്തിനു നൃത്തം പഠിപ്പിക്കണം എന്ന ഉത്തരം വരുന്നത് നിവർന്ന് നിൽക്കാൻ വേണ്ടി നൃത്തം പഠിപ്പിക്കണം എന്നുള്ള ഒരു ഉത്തരം വരും. 2, ശ്രദ്ധ. നല്ല ശ്രദ്ധ വേണം. ഒരു നല്ലൊരു നൃത്തം, നല്ലൊരു ശാസ്ത്രീയ നൃത്തം കളിക്കണമെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ആണ് ഡാൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സമയം ഒരു കാര്യമല്ല ചെയ്യുന്നത്. കാലിലെ ബീറ്റുകൾ ചിലപ്പോൾ 2 ആയിരിക്കാം, കൈ ഒരു പൊസിഷൻ വേറെ ആയിരിക്കാം, അതിൽ മുഖം എടുക്കുന്നത് വേറെ ആയിരിക്കാം, അതിൽ പിന്നെ കണ്ണ് വന്നതും വേറൊരു പൊസിഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൽ പിന്നെ വേറെ അഭിനയങ്ങൾ, ചിലപ്പോൾ ചിരിക്കേണ്ടി വരും, ചിലപ്പോൾ ചില അഭിനയങ്ങളായിരിക്കും വന്നത്. അത് പാട്ടിന്റെ താളം ശ്രദ്ധിച്ച് കളിച്ചാൽ മാത്രമേ ഒരു നൃത്തം അതിന്റെ താളത്തിൽ കളിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു നർത്തകിക്ക് അല്ലെങ്കിൽ ഒരു നർത്തകന് നല്ല ശ്രദ്ധയുള്ള ഒരാളായിരിക്കണം. അപ്പോ കോൺസെൻട്രേഷൻ, നല്ലൊരു ശ്രദ്ധ, അവരുടെ ശ്രദ്ധനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അത് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട്, നല്ല ശ്രദ്ധ കിട്ടാനായിട്ട് അതിനു വേണ്ടി ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കണം. പിന്നെ നേരെ നോക്കി നിൽക്കുക എന്ന് പറയുന്നതാണ് അടുത്ത ക്വാളിറ്റി. ഇപ്പോ ചിലവർക്ക് ഇങ്ങനെ നേരെ നോക്കി ഒന്ന് ഒരാളുടെ മുഖത്ത് കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ വേറെ എവിടേക്കെങ്കിലും ഒക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചു വന്നതാണ്, കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ സദറിന്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകളിൽ, കുട്ടികൾ അഡ്മിഷൻ എടുത്ത ആദ്യത്തെ കുറച്ച് നാളുകളിൽ കാണുന്നതാണ് കുട്ടികൾക്ക് നേരെ നിൽക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സമത്തില് കൈ ഇങ്ങനെ സമം പൊസിഷനിൽ കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് നേരെ നോക്കി ഫുൾ ബോഡി സ്ട്രെയിറ്റ് ആയി നേരെ നോക്കി ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പരാതി. അത് പിന്നീട് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോണില്ല. പ്രശ്നം എന്താണ്? നേരെ നോക്കി നിൽക്കാൻ പറഞ്ഞു എന്ന ഒരു കാരണം കൊണ്ടാണ്. കാര്യം നമ്മളുടെ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ നേരെ നോക്കി സ്റ്റഡി ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നേരെ നോക്കി, വേറെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് നേരെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കണം. അവർക്കൊരു സിംഗിൾ മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് മാറുവാണ്. ഇത്രയും കാരണങ്ങളും കൊണ്ടാണ് നമ്മൾ ഡാൻസ്, നൃത്തം, ശാസ്ത്രീയ നൃത്തം ചെറുപ്പം മുതലേ അഭ്യസിപ്പിക്കാൻ തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോ സീനിയേഴ്സ്, കുറച്ച് പ്രായമായവര് നൃത്തത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പ്രായമായവർ നൃത്തത്തിലേക്ക് വരുമ്പോൾ എന്താണ് ബെനിഫിറ്റ്? എന്തിന് പ്രായമായവർ നൃത്തം കളിക്കണം? ചെറുപ്പത്തിലത്തെ അവരുടെ ആഗ്രഹം പൂവണിയാൻ വേണ്ടി മാത്രമല്ല. പാർക്കിൻസൺസ്, അൽഷിമേഴ്സ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രായം കഴിയുമ്പോൾ കൈയും കാലും വേറെ സ്റ്റെഡിനെസ് കിട്ടുന്നില്ല,
അതുപോലെ തന്നെ ഓർമ്മശക്തി ഇല്ലാണ്ടാകുന്നു, മറന്നു പോകുന്നു, മറവിരോഗം, ഇങ്ങനെ കുറേ മെഡിക്കൽ ഹെൽത്ത് ഇഷ്യൂസിനെ മാറ്റി നിർത്താൻ ശാസ്ത്രീയ നൃത്തത്തിന് കഴിയുമെന്ന് എത്രയോ വർഷത്തെ ആ പേരിൽ, ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്. അതൊരു സയൻസ് ആണ്. ഡൂസ് ആൻഡ് ഡോൺസ് പറയുന്ന നൃത്തത്തിന്റെ, നാട്യത്തിന്റെ അരുത് ശരി തെറ്റ് എന്ന് പറയുന്ന ഒരു അരുതും ശരിയും തെറ്റും പറയുന്ന ഒരു സയൻസ്, ശാസ്ത്രമാണ് ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നത്. വർഷങ്ങളോളം പാരമ്പര്യമുള്ള ഒരു നൃത്തം കൂടിയാണ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നൊക്കെ പറയുന്നത്. ശാസ്ത്രീയ നൃത്തങ്ങൾ വളരെയേറെ വർഷങ്ങളായി, പ്രത്യേകിച്ച് ഭരതനാട്യം എന്ന് പറയുന്നത് വളരെയേറെ വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെ ഗുണങ്ങൾ ഉള്ളതാണ് ശാസ്ത്രീയ നൃത്തം. ഇത്രയൊക്കെ ബെനിഫിറ്റ് ഉണ്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ. പക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരും ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ നമ്മളുടെ പാരന്റ്സ്, നിങ്ങൾ ഓരോരുത്തരും എന്താണ് നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മ്യൂസിക് പഠിപ്പിക്കാൻ നിങ്ങൾ എന്ത് കാര്യമാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് തൊട്ടടുത്ത് നമുക്ക് കൊണ്ടുവന്ന് ആക്കാനുള്ള ബുദ്ധിമുട്ട് വരരുത്. അപ്പൊ അതുകൊണ്ട് ഒരു ബോർഡ് മാത്രം, ഇന്ന് ഡാൻസ് ടീച്ചേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം, നിങ്ങൾക്ക് എന്തിനാണ് ഡാൻസ് ടീച്ചറെ നിങ്ങൾ എങ്ങനെയാ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബോർഡ്, ഒരു ഡാൻസിന്റെ പിക്ചർ വെച്ചൊരു ബോർഡ് കണ്ടാൽ നിങ്ങൾ അതും നോക്കി, നമ്മൾ എന്തായാലും കൊണ്ടുപോയി നടക്കണ്ടല്ലോ കുട്ടീനെ, എന്നാ പിന്നെ നമ്മളുടെ സൗകര്യത്തിന് ആ തൊട്ടടുത്ത് തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നൃത്തത്തിന് കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. എന്ത് വലിയ വിഡ്ഢിത്തരമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നന്നായി ചിന്തിക്കൂ. ഈ വിജയദശമി ദിനത്തിൽ ദൈവം അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നന്നായിട്ട് ചിന്തിച്ച് നല്ലൊരു ടീച്ചറിനെ നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ്, നിങ്ങളുടെ കുട്ടീനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന, നന്നായി പഠിപ്പിക്കാൻ പറ്റുന്ന, അവരുടെ പോസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവരിലെ കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റുന്ന, അവരുടെ കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന, അവർക്ക് ഭാവിയിൽ അൽഷിമേഴ്സോ പാർക്കിൻസൺസോ വരാതെ പ്രതിരോധിക്കാനുള്ള ഒരു നൃത്തം പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ടീച്ചറിനെ നിങ്ങൾക്ക് ബോധപൂർവം സെലക്ട് ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റട്ടെ, അങ്ങനെ ഒരു ഗുരുവിനെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിജയദശമിയുടെ ആശംസകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാക്കിത്തെ ടോപ്പിക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും നന്ദി, നമസ്കാരം.